ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പാത്തൂസ് ടേസ്റ്റി കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 5 മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല നാടൻ നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിന്ന്. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റും ആയിട്ടുള്ള നല്ല അടിപൊളി നെയ്യപ്പാണിത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നെയ്യപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 4 ആണി വെല്ലമാണ് എടുത്തിട്ടുള്ളത്. ഇത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉരുക്കിയെടുക്കണം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഞാനൊരു 4 മണിക്കൂർ മുമ്പ് പച്ചരി പൊതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പം നന്നായിട്ട് പൊതിർന്ന് കഴുകി വെള്ളമൊക്കെ വാർത്തെടുത്തതാണ്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം മുഴുവനായിട്ട് ഒരുമിച്ചിട്ടിട്ടാണ് അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 ഏലക്കായും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഒരു തരിതരി പോലെയാണ് ഇത് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നല്ല തരിതരിയായിട്ട് അരച്ചെടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിൽ ഒഴിച്ചു കൊടുത്തതാണ്. ഇനി ഇതിൽ ഒരു 7 സ്പൂണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇനി ഇതിൽ 1 ടീസ്പൂൺ എള്ള് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1 സ്പൂണ് തേങ്ങാക്കൊത്തും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാനിതിൽ 1 നുള്ള് അപ്പക്കാരം സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂട്ട് ഈ ഒരു പാകത്തിലാണ് വേണ്ടത്. നമ്മളെ ദോശമാവൊക്കെ പോലെ, ദോശമാവിനൊക്കെ കുറച്ചുകൂടി ഒരു കട്ടിയിൽ. ഇപ്പം തന്നെ നമുക്ക് നെയ്യപ്പം റെഡിയാക്കാം. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യപ്പം ചുട്ടെടുക്കാം. ദോശയ്ക്ക് പുതിർത്തിയ പച്ചരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊക്കെ ഈ നെയ്യപ്പം റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വശം നന്നായിട്ട് വെന്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊട്ടും തന്നെ റെസ്റ്റ് ഒന്നും ചെയ്യാൻ വെച്ചിട്ടില്ല. പക്ഷേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു നെയ്യപ്പം തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നന്നായിട്ട് 2 വശവും വെന്തിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള മാവും ഇതുപോലെ ചുട്ടെടുക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.